തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2023 ഫെബ്രുവരി 24 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. റോമർ ലേഖനം 6-ാം അധ്യായം 15 മുതൽ 23 വരെയും, വിശുദ്ധ മത്തായി സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയും തിരുവചനങ്ങൾ. ശരരം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നോമ്പിന്റെ വഴിയിലൂടെ നാം 10-ാം ദിനത്തിലേക്ക് ചുവടുവെക്കുന്നു. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും വിശ്വാസപരമായ വീഴ്ചകളെ തിരിച്ചറിഞ്ഞും യഥാർത്ഥത്തിൽ നാം പുലർത്തേണ്ട വിശ്വാസപരമായ നിലപാടുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടും മുൻപോട്ടു പോകാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൽ വിമോചിതരാണ് എന്ന യഥാർത്ഥ അനുഭവം എത്രത്തോളം ജീവിതത്തെ ഗ്രസിക്കുന്നുണ്ട് എന്നതാണ് വിശ്വാസത്തിന്റെ ഉറപ്പ് അനുഭവപ്പെടുത്തുക. എത്രത്തോളം നമുക്ക് ക്രിസ്തുവിൽ സ്വസ്ഥരാകാൻ കഴിയുന്നുണ്ട്, അവന്റെ വിമോചകനും സംരക്ഷകനുമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ അവൻ കുരിശിൽ മരിച്ചു എന്ന പരമാർത്ഥം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. സഭയിൽ പാപമോചനത്തിലൂടെ ഇന്നത് ലഭ്യമാകുന്നത് എത്രത്തോളം അനുഭവപ്രദമാകുന്നുണ്ട്. അവരെന്റെ പാപം ക്ഷമിക്കാനാണ് ഞാൻ ഭൂമിയിൽ വന്നിട്ടുള്ളതെന്ന് എത്രത്തോളം എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഈ ത്രിമാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ നമുക്ക് കഴിയണം. യേശു ഒരു തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, അവന്റെ രോഗം സുഖപ്പെടുത്തുന്നു. പലപ്പോഴും പാപം ക്ഷമിച്ചപ്പോൾ രോഗം മാറി എന്ന നിലയ്ക്ക് വളരെ ലളിതമായിട്ടാണ് ഈ ഭാഗത്തെ കൈകാര്യം ചെയ്യാറ്. യേശു പാപം ക്ഷമിച്ചു, രോഗം മാറി, അതുകൊണ്ട് പാപം ക്ഷമിച്ചാൽ രോഗം മാറും എന്ന് ഒരു തെറ്റിദ്ധാരണയായി തന്നെ പടർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യേശു പാപം ക്ഷമിക്കുന്നതിന്റെ അടയാളമായി രോഗത്തെ സുഖപ്പെടുത്തുന്നു എന്നാണ് ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ യേശു അവന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുന്നതിന്റെ ഭാഗമായി അവന്റെ രോഗങ്ങൾ സുഖപ്പെടുന്നു. ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തളർവാദ രോഗിയുടെ കിടക്കയും എടുത്തു നടക്കാൻ യേശു പറയുക. ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. ആ അധികാരം ക്രിസ്തുവിലുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യേശു ക്രിസ്തുവിൽ പാപങ്ങൾ ഏറ്റെടുക്കപ്പെട്ടു, അത് നാം വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കും? അവൻ അവന്റെ ജീവിതം അർപ്പിച്ചുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് നമുക്ക് പകരമായി നിന്നു മറുവിലയായി മാറി. അവന്റെ പരിശുദ്ധ രക്തത്താൽ നമുക്ക് വിമോചനം സിദ്ധിച്ചു. അത് യേശു പാഠത്തിൽ നാം തിരിച്ചറിയണം. രണ്ടാം ഭാഗത്ത് തിരുസഭയിൽ എങ്ങനെയാണ് അത് സംഭവിക്കുക? തിരുസഭയിൽ ക്രിസ്തുവിന്റെ സഭയിൽ ശിരസ്സാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരമാകുന്ന സഭയ്ക്കകത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവനോട് കൂടെയാണ് എന്ന ഏറ്റുപറച്ചിലൂടെ പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുകയാണ്. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി അവനെ തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുക മൂലം പാപവിമോചനത്തിന്റെ അനുഭവത്തിലേക്ക് കുമ്പസാരത്തിലൂടെ നാം വരുന്നു. ഏറ്റുപറച്ചിലൂടെ, അനുതാപത്തിന്റെ ഏറ്റുപറച്ചിലൂടെ, ജീവിതത്തിന്റെ പരിവർത്തനത്തിലൂടെ നമുക്ക് കൈവരുന്നൊരു സൌഭാഗ്യമാണ് പാപമോചനം. ആ പാപമോചനമാകട്ടെ അവരനോട് ക്ഷമിക്കാനുള്ള, അവരന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് നമ്മൾ വളരുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ അനുഭവമായിട്ട് മാറില്ല. ആനുകാലിക ലോകത്ത് വിശുദ്ധ കുമ്പസാരം പോലും ചടങ്ങായി മാറുന്നതിന്റെ ഒരു കാരണം അതാണ്. എത്രത്തോളം അവനോട് ക്ഷമിച്ചുവോ അത്രത്തോളം അവനോട് ഞാൻ ക്ഷമിക്കാൻ കടപ്പെടുന്നു എന്നത്, എത്രത്തോളം എന്റെ പാപങ്ങൾ അവൻ കഴുകി, അവന്റെ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകിയെങ്കിൽ അവനോട് കൂടെ ആയിരിക്കുമ്പോൾ അവരെന്റെ പാപത്തിന് ഞാനും പരിഹാര ബലിയാണ് എന്ന പരമാർത്ഥം ഞാനെത്ര തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് എന്റെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവത്തിന് ഉപകാരപ്പെടുക. അത്തരത്തിലാണോ ഞാനത് ഗ്രഹിച്ചിട്ടുള്ളത് എന്ന് ഗൌരവമായി ചിന്തിക്കണം. അവരെന്റെ പാപങ്ങൾക്ക് മറുവിലയായ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന ബോധ്യത്തോടെ, അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന ബോധ്യത്തോടെ, എനിക്ക് ലഭിച്ച പാപമോചനം അവരെന്നെ കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ, അവൻ എന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, എന്റെ മാത്രമല്ല അനേകരുടേത്, അവന്റേത് കൂടി എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ഉദ്ധാനാനുഭവത്തിലേക്ക് എനിക്ക് വളരാൻ കഴിയുക. അതുകൊണ്ട് പാപമോചനം നൽകുന്ന ക്രിസ്തുവിലേക്ക് തിരികെ നടക്കാൻ വിശ്വാസപരമായ ഹൃദയ ഉയർച്ചയുണ്ടാകണം. ഒപ്പം തന്നെ കൗതാശികമായ അനുഭവത്തിലേക്ക് വരണം. അവരെന്നത് പകർന്നു കൊടുത്തുകൊണ്ട് അത് ജീവിത യാഥാർത്ഥ്യമാക്കി പരിവർത്തിപ്പിക്കാനും നമുക്ക് ഈ നാളുകളിൽ കഴിയേണ്ടതുണ്ട്. നാം നിയമത്തിന് കീഴ്പ്പെട്ട ജനതയല്ല, കൃപയ്ക്ക് കീഴിലാണ്. ക്രിസ്തുവും കൃപയും നമുക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ട്. സത്യവും കൃപയും അവനിലൂടെ. ആ കൃപ വഴിയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അങ്ങനെ നാം സ്വതന്ത്രരായി മാറിയിട്ടുണ്ട്.
പക്ഷേ നമ്മളെ സ്വതന്ത്രരാക്കിയവന്റെ അടിമയായിട്ടാണ് നാം ജീവിക്കേണ്ടത്. നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയുമ്പോൾ ലോകത്തിനും പാപത്തിനും സ്വതന്ത്രരായി മാറുമ്പോൾ നാം ക്രിസ്തുവിന്റെ അടിമകളായിട്ട് മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ പാപത്തിന് മരിച്ച് ദൈവത്തിന് അടിമകളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമെന്ന് വചനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റോമലേഖനം നമ്മോട് പറയാണ്, നിങ്ങൾ പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് അടിമകളായിരിക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും. നമുക്ക് നിത്യജീവൻ അവകാശമാകുന്നത് പാപത്തിന് മരിക്കുക മൂലമാണ്, ദൈവത്തിന് അടിമകളായിരിക്കുക മൂലമാണ്. ദൈവത്തിന് അടിമകളായിരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന് ഉടമസ്ഥാനം അംഗീകരിക്കലാണ്. ദൈവമാണ് ഉടയവനെന്ന് ഏറ്റുപറയലാണ്. ദൈവം ഉടയവനാണെന്ന് ഏറ്റു പറയുമ്പോൾ, ക്രിസ്തുവിന്റെ രക്ഷകനാണെന്ന് ഏറ്റു പറയുമ്പോൾ, അവൻ എനിക്ക് മറുവിലയാണെന്ന് ഏറ്റു പറയുമ്പോൾ പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഞാൻ വിമോചിതനാകുന്നു. അടിമയാകുമ്പോൾ എങ്ങനെയാണ് വിമോചനം സാധിക്കുക? അടിമയ്ക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങളില്ല, എല്ലാം ക്രിസ്തുവിന്റെ തീരുമാനമാണ്. എന്നെ വിലയ്ക്ക് വാങ്ങിയവന്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. അവന് വിധേയപ്പെടാൻ എനിക്ക് കഴിയണം. അതുകൊണ്ട് എന്റെ താല്പര്യങ്ങളെ വിട്ട് അവന്റെ താല്പര്യങ്ങളിലേക്ക് എനിക്ക് ഉയരാൻ കഴിയുന്നു. അങ്ങനെ അവന്റെ താല്പര്യങ്ങളിൽ നിന്ന് നിറവേറുമ്പോൾ ഞാൻ പാപത്തിന് മരിച്ച് ലോകത്തിന് മരിച്ച് ഞാൻ ദൈവത്തിന് അടിമയായിട്ട് മാറുന്നു. അങ്ങനെ വിശുദ്ധീകരണ അനുഭവം ഇനി സംഭവിക്കുന്നു. ഒപ്പം തന്നെ നിത്യജീവനിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമസ്യയ്ക്ക് ഉത്തരമായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞും ജീവിതത്തിന്റെ പരമയാഥാർത്ഥ്യമായ ക്രിസ്തു രഹസ്യങ്ങളോട് ജീവിതത്തെ ചേർത്ത് വെച്ചും വിശ്വാസാനുഭവത്തിൽ വളരാനാണ് നോമ്പുകാലം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുതാപം മുഖേന ക്രിസ്തുവിലേക്ക് ചേർന്ന് വന്നുകൊണ്ടും അവന്റെ പാപവിമോചക ശക്തി അനുഭവിച്ചുകൊണ്ടും കൗദാശികമായ അടയാളങ്ങളിലൂടെ അനുഭൂതികളിലൂടെ അത് ഈ ലോകത്ത് വ്യക്തിപരമായ അനുഭവമാക്കിക്കൊണ്ടും ഒപ്പം തന്നെ അവരിന് പകർന്നു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. അവരിന് ക്രിസ്തുവിന് അനുഭവമാകാൻ എന്റെ ജീവിതത്തിന്റെ അർപ്പണമല്ലാതെ മറ്റൊന്നുമില്ലെന്ന പരമയാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് എന്റെ ദൌത്യം അവസാനിക്കുന്നത് അവരിന് വേണ്ടി മരിക്കുക എന്നതിലാണ്. ഇങ്ങനെ മരിക്കുമ്പോഴാണ് ഉദ്ധാന അനുഭവത്തിലേക്ക് എനിക്ക് വരാൻ കഴിയുക. ക്രിസ്തുവിൽ സാധ്യമായ രക്ഷ ആനുകാലിക ലോകം അനുഭവിക്കേണ്ടത് എന്റെ ജീവിതാർപ്പണം വഴിയാണെന്ന ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിപരമായ ജീവിതത്തെ ക്രിസ്തു രഹസ്യം ഗ്രസിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഉദ്ധാന അനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റൂ. 10ാം ചുവടിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും പരിശോധിക്കാം. പാപവിമോചകനായ ക്രിസ്തുവിൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അവന്റെ പാപങ്ങൾ ഏറ്റെടുത്തുവന്ന് അവന്റെ പരിശുദ്ധ രക്തത്താൽ അവിടെ തന്നെ വിമോചിപ്പിച്ചുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിന്റെ അടിമകളാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന പരമാർത്ഥം ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തന്നിഷ്ടങ്ങളിൽ നിന്ന് മാറി നടക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്? അവന്റെ ഇഷ്ടത്തിലായിത്തീരുന്നുവെങ്കിൽ നിശ്ചയമായും അവന്റെ ശരീരമായ സഭയുടെ ഭാഗമായിരിക്കാൻ കൗദാശിക അനുഭവത്തിലേക്ക് വരാൻ എത്രത്തോളം എനിക്ക് സാധിക്കുന്നുണ്ട്? ഒപ്പം തന്നെ ഈ അനുഭവങ്ങളുടെ യഥാർത്ഥ തലമായ പരസ്നേഹ പ്രവൃത്തിയിലൂടെ അവരെ സ്നേഹിക്കുന്നതിലൂടെ അവരിനു വേണ്ടി പരിഹാരമാകുന്നതിലൂടെ പൂർണ്ണതയിലെത്താൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കണം. അങ്ങനൊരു പരിശോധനയാണ് നോമ്പിന്റെ കാലയളവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിലൂടെ അപ്രാപ്യമായ ഒന്നിലേക്ക്, അനുഭവതലത്തിലേക്ക് ഉയരാനായി ക്രിസ്തുവിൽ നമുക്ക് സാധിക്കുകയാണ്. ഉദ്ധാന മഹോത്സവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.